ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സാമ്പാറാണ് കേട്ടോ. സാമ്പാർ നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. വെണ്ടയ്ക്ക സാമ്പാർ, തക്കാളി സാമ്പാർ, നാടൻ സാമ്പാർ, വറുത്തരച്ച സാമ്പാർ, അല്ലാതെ സാമ്പാർ പൊടി ഇട്ടിട്ടുള്ള സാമ്പാർ, പല രീതിയിൽ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. പക്ഷേ ഈ ഒരു സാമ്പാർ ഉണ്ടാക്കുമ്പോൾ വെജിറ്റേറിയൻസ് വഴക്ക് പറയരുത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊരു നോൺ വെജ് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. നോൺ വെജ് സാമ്പാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഊഹിക്കാൻ പറ്റുന്നുണ്ടാവും, ചിലപ്പോൾ ഊഹിക്കാൻ പറ്റാത്തവരുണ്ടാവും. എന്തായാലും നമ്മൾ ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെജിറ്റേറിയൻസ് ക്ഷമിക്കുക, നിങ്ങൾക്കുള്ള സാമ്പാറുകൾ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്. നോൺ വെജിറ്റേറിയൻസിന് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സാമ്പാറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സാമ്പാർ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു പിടി കയ്യിൽ എടുക്കുമ്പോൾ ഒരു പിടി ഉണക്കച്ചെമ്മീൻ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എണ്ണയില്ലാതെ റോസ്റ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഒരു 3/4 കപ്പ് തൂരപ്പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ക്യാരറ്റ് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് മത്തങ്ങയ്ക്ക് അളവ് പറയാനൊന്നുമില്ല, ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് മതി. ഒരു 10-20 ഉള്ളി എടുത്തിട്ടുണ്ട്. 3 തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 6-7 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം, സവോള ചേർക്കാം, ഉള്ളിക്ക് പകരമായിട്ട് കുമ്പളങ്ങ ചേർക്കാം, പടവലങ്ങ ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഉള്ളി ചേർത്ത സാമ്പാറിനൊരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ഉള്ളി എടുത്തിരിക്കുന്നത്. സവോളയാണെങ്കിൽ ഒരു വലിയ സവോള എടുക്കാം, ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളി തന്നെ എടുത്തോളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ പരിപ്പും കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കണം. കുക്കറിൽ കുക്ക് ചെയ്യാം കേട്ടോ, അപ്പോഴാണ് എളുപ്പം കുക്കായി കിട്ടുക. പരിപ്പ് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. പരിപ്പിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, അതുപോലെ തന്നെ മത്തങ്ങയും ഉള്ളിയും. ഉള്ളി ചെറുതായിട്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഉള്ളി ഒന്ന് വലിയ ഉള്ളി ഉള്ളത് ഒന്ന് 2 എടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതുണ്ട് ഈ ഒരു വലിപ്പത്തിലേക്ക് ഉള്ളി അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ. ഇത്രയും കഷ്ണങ്ങൾക്ക് വേവ് കൂടുതലുള്ളതാണ്. ചേന ഉണ്ടെങ്കിൽ ചേനയും പച്ചക്കയും ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ 3 ചേർക്കുന്നേ ഉള്ളൂ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി. കായം കട്ട കായാണെങ്കിൽ ഒരു കട്ട കായം ചേർക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഈ കഷ്ണങ്ങളിലേക്കും പരിപ്പിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മതി. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്തിട്ട് 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. കഷ്ണങ്ങളുടെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർക്കുക. അതിനുശേഷം 2 വിസിലിൽ പരിപ്പും അതുപോലെ ഈ വെജിറ്റബിൾസും എല്ലാം കുക്കായി കിട്ടും. അപ്പോൾ അത് കുക്കായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഉണക്കച്ചെമ്മീൻ വറുത്ത് വെച്ചിരിക്കുന്നത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അത് ഉണങ്ങിയ മിക്സിയുടെ ജാറിൽ തന്നെ പൊടിച്ചെടുക്കാം. നനവുള്ള ജാറിൽ പൊടിക്കരുത്, ഒട്ടും തന്നെ വെള്ളമില്ലാതെ പൊടിച്ചെടുക്കണം. നമ്മുടെ കുക്കർ 2 വിസിൽ വന്നു, നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ചട്ടിയിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലാണ് സാമ്പാർ കംപ്ലീറ്റ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചത്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക വേണമെന്നുണ്ടെങ്കിൽ വെണ്ടയ്ക്കയും തക്കാളിയും ഒക്കെ നമ്മളിപ്പോൾ കുക്കറിൽ വേവിച്ച കഷ്ണങ്ങളുടെ കൂടെ ചേർത്ത് വേവിക്കാം. പക്ഷേ സാമ്പാറിന് കൂടുതൽ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വെണ്ടയ്ക്കയും തക്കാളിയും ഇതുപോലെ ഒന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റി ചേർക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് സാമ്പാറിന്. അതുപോലെ തന്നെ വെണ്ടയ്ക്ക വല്ലാതെ കുഴഞ്ഞു പോവില്ല, ആവശ്യത്തിന് കുക്കായി കിട്ടുകയും ചെയ്യും. ഒരുപാട് കുഴഞ്ഞു പോകാതെയും കിട്ടും. നമുക്ക് ആ വെണ്ടയ്ക്ക കഷ്ണങ്ങൾ തന്നെ ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി ഇതൊന്ന് വഴറ്റി എടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വറുത്തരച്ച സാമ്പാറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുന്നേ ആയിട്ട് തേങ്ങയൊക്കെ ഒന്ന് വറുത്തരച്ചെടുക്കുക. ഞാനിപ്പോൾ സാമ്പാർ പൊടി ചേർത്തിട്ടാണ് എളുപ്പത്തിൽ സാമ്പാർ ഉണ്ടാക്കുന്നത്. വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി പുളി ചേർത്തിട്ടില്ല കേട്ടോ. നമ്മുടെ കഷ്ണങ്ങളിലേക്ക് പുളി ചേർക്കണം. അത് കുക്കറിൻ്റെ പ്രഷർ പോയിട്ടേ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഒന്ന് കുക്കായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഇനി തക്കാളി ചേർക്കാം. തക്കാളിയും ഇതുപോലെ തന്നെ വഴറ്റിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും ഒന്ന് കുക്കായി വരുന്നത് വരെ വീണ്ടും ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് വേണ്ട ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കും തക്കാളിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തക്കാളിയൊക്കെ ചെറുതായിട്ട് ഉടഞ്ഞു വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഒരുപാട് ഉടഞ്ഞു പോകേണ്ട തക്കാളി, ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നത് വരെ ഇളക്കിയാൽ മതി. ഇതിലേക്ക് നമ്മൾ വേറെ പൊടികളൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ. നമ്മുടെ കഷ്ണങ്ങൾ വേവിച്ചത് ചേർത്തിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചേർക്കുള്ളൂ. അപ്പോൾ
ഇതും കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ തക്കാളിയിൽ നിന്ന് തക്കാളിയുടെ തൊലിയൊക്കെ വിട്ട് വന്ന് തുടങ്ങുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി പുളി വെള്ളം ചേർത്ത് കൊടുക്കാം. വാളൻപുളി ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അത് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ പുളിയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരുത്താം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് പുളി ചേർത്തിട്ടുണ്ട്. ഇനി പുളി കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി പുളി ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. അതിന് ശേഷം വേണം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരളവിൽ പുളി മതിയെന്നുണ്ടെങ്കിൽ സാമ്പാർ റെഡി ആയി കഴിയുമ്പോൾ പുളി ചെക്ക് ചെയ്തിട്ട് പുളി കറക്റ്റ് ആണെങ്കിൽ ഒരു ചെറിയ പീസ് ശർക്കര ചേർത്ത് കൊടുക്കണം. ശർക്കര ചേർക്കേണ്ടത് നമ്മുടെ സാമ്പാറിന് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കൂടുതൽ പുളി ചേർത്തോളൂ. അതിനുശേഷം സാമ്പാർ റെഡി ആയി കഴിയുമ്പോൾ ഈ തക്കാളിയുടെ പുളിയൊക്കെ അതിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുമ്പോൾ ഉള്ള പുളി ആയിരിക്കില്ല, കുറച്ച് കഴിഞ്ഞിട്ടൊരു 1 മണിക്കൂർ കഴിയുമ്പോൾ ഉണ്ടാവുക. കുറച്ചുകൂടി ഒന്ന് പുളി വരും. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ പുളി ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ തക്കാളിയിലേക്ക് പുളി ചേർത്തിട്ട് തിളച്ച് തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. പരിപ്പൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതുപോലെ കഷ്ണങ്ങളും കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് എത്ര ഗ്രേവി വേണം സാമ്പാറിന് എന്നുള്ളതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് കുറുകിയിരിക്കുന്നൊരു സാമ്പാറാണ്. ഞാനിപ്പോൾ ദോശയ്ക്കായിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയൊരു രീതിയിൽ കുറുകിയിരിക്കുന്ന സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് ലൂസായിട്ടുള്ള സാമ്പാറല്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടുള്ള സാമ്പാർ മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസാക്കി തന്നെ ഉണ്ടാക്കിക്കോളൂ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ആ തണ്ടോട് കൂടിയ ഭാഗം ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം ചേർക്കുമ്പോൾ ഞാൻ കൂടുതലും തണ്ടുള്ള ഭാഗമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരാനായിട്ടാണ് നമ്മൾ തണ്ടുള്ള ഭാഗം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് സാമ്പാർ പൊടിയൊക്കെ ചേർക്കാനുണ്ട്. അതിനായിട്ട് വേറൊരു പാൻ വെക്കണം. അപ്പോൾ നമുക്ക് ഈ ചട്ടി ഒന്ന് മാറ്റി വയ്ക്കാം. കറി ഇരുന്ന് തിളച്ചോട്ടെ. നമ്മളിപ്പോൾ വേറൊരു ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ പൊടിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് ചട്ടിയിലേക്ക്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ കടുക് ചേർത്ത് കൊടുക്കാം. നമ്മളിതുവരെ ഉണക്കച്ചെമ്മീൻ ചേർത്തിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ വെജിറ്റേറിയൻസിന് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പോർഷനൊക്കെ പോകുന്നത്. ഇനി ഉണക്കച്ചെമ്മീൻ ചേർക്കുന്ന ആ ഒരു പോർഷൻ മാത്രം വെജിറ്റേറിയൻസ് സ്കിപ്പ് ചെയ്താൽ മതി. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തു പോവാം. കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കാം. ഉലുവ പൊടിയും ചേർക്കണം, ഉലുവയും ചേർക്കണം കേട്ടോ. അപ്പോഴേ നമ്മുടെ സാമ്പാറിന് നല്ല ടേസ്റ്റ് ആവുള്ളൂ. സാമ്പാർ പൊടിയിൽ ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ കുറച്ച് ഉലുവയും ഉലുവപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ സാമ്പാറിന് ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മുടെ കടുകും ഉലുവയൊക്കെ പൊട്ടി കഴിയാറാവുന്നുണ്ട്. നമുക്കിതിലേക്ക് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, നമ്മൾ സാമ്പാറിൽ ഉള്ളി ചേർത്തിട്ടുണ്ടെങ്കിലും ഇതിലേക്കും ഉള്ളി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 4 വറ്റൽമുളക്. പിന്നെ ചേർക്കുന്നത് കറിവേപ്പിലയാണ്. ഒരു തണ്ട് കറിവേപ്പില. ഇത്രയും ചേർത്ത് ഈ ഉള്ളിയുടെ കളറൊന്ന് മാറി തുടങ്ങുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ വറവിടുന്നതിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ സാമ്പാർ പൊടി ചേർക്കുന്നത്. ഇനി വേറെ സാമ്പാർ പൊടി ചൂടാക്കി ചേർക്കൊന്നുമില്ല. ഇതിലേക്ക് തന്നെ സാമ്പാർ പൊടി ചേർത്തിട്ടാണ് നമ്മൾ ചൂടാക്കിയെടുക്കുക. അപ്പോൾ സാമ്പാർ പൊടിയുടെ ആ ഒരു റോ ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കിയ സാമ്പാർ പൊടിയല്ല, വാങ്ങിച്ച സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാമ്പാർ പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഷ്ണങ്ങൾ കുക്കായി കഴിഞ്ഞ് പുളിയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ തന്നെ സാമ്പാർ പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കളറ് മാറി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് ആദ്യം ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കാം. ഉലുവ നമ്മൾ ചേർത്തിട്ടുണ്ട് എങ്കിലും ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഉലുവ ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. എങ്കിലും നമ്മൾ ഉലുവപ്പൊടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് സാമ്പാർ പൊടി ചേർക്കാം. സാമ്പാർ പൊടി ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ മുളക് പൊടിയൊക്കെ ഉള്ളതല്ലേ, വേഗം കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഒരു 2.5 ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ സാമ്പാർ പൊടി ചേർക്കുന്നത്, ഇത്രയും ക്വാണ്ടിറ്റിയിലേക്കായിട്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഈ പൊടി ഒന്ന് ചൂടായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കരുത്. വെളിച്ചെണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ചേർക്കുന്നില്ല, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഉണ്ട്. നമ്മുടെ പൊടിയൊക്കെ നനയാൻ ആവശ്യമായിട്ടുള്ള എണ്ണയുണ്ട്. അപ്പോൾ എണ്ണ ഇത്രയും ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഈ ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് ഈ പൊടികൾ ഒന്നുകൂടി ഒന്ന് കുക്കായി വന്നോളും. ഇനി നമുക്കിത് നമ്മുടെ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇതാ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ
റോസ്റ്റ് ചെയ്തെടുത്ത കാര്യങ്ങളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെജിറ്റേറിയൻസിനുള്ള സാമ്പാർ ഇതാ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നോൺ വെജിറ്റേറിയൻസിനുള്ള സാമ്പാർ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഉണക്കച്ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാം. കണ്ടോ, നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കറി. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പുളി കുറവാണെങ്കിൽ പുളി ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, പുളി ഉണ്ടോ, പുളി കറക്റ്റാണോ എന്നുള്ളതൊക്കെ. പുളി കുറവാണെങ്കിൽ പുളി ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. പുളി കറക്റ്റ് ആക്കിയാലേ നമ്മുടെ സാമ്പാറിൻ്റെ ടേസ്റ്റ് പെർഫെക്റ്റ് ആവുള്ളൂ. ഇപ്പോൾ കണ്ടോ, നല്ല ഭംഗിയുള്ള സാമ്പാർ റെഡി ആയിക്കഴിഞ്ഞു. ഭംഗി മാത്രമല്ല, കഴിക്കാൻ അതുപോലെ തന്നെ ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നൊരു കാര്യമുണ്ട്. അത് എപ്പോഴും ഞാൻ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ചേർക്കാറുള്ളതാണ്. വെജിറ്റേറിയൻ സാമ്പാറായാലും നോൺ വെജിറ്റേറിയൻ സാമ്പാറായാലും നമ്മൾ ചേർത്താൽ ടേസ്റ്റ് കൂടുന്നൊരു കാര്യമാണ് നമ്മുടെ ശർക്കര. കുറച്ച് മധുരമുള്ള സാമ്പാറാണ് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ നല്ലത്. ഞാൻ എന്താ ഇത്രയുള്ള ഒരു പീസ് ശർക്കര ചേർക്കുന്നുണ്ട്. പിന്നെ ശർക്കരയും കൂടി ഒന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ സാമ്പാർ കുറുകി തുടങ്ങും കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണക്കച്ചെമ്മീൻ ചേർക്കുമ്പോൾ സാമ്പാർ കുറുകും. അതുപോലെ തന്നെ നമ്മുടെ പരിപ്പ് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പരിപ്പൊന്നും ഇത് കണ്ടോ, കാണുന്നേ ഇല്ല, ഉടങ്ങി. അപ്പോൾ പരിപ്പിൻ്റെ ആ ഒരു കുറുകലും കൂടി വരും. ഒരുപാട് സമയത്ത് തിളപ്പിക്കേണ്ട. ഒരു 2-3 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. പുളി കറക്റ്റാണോ, ഉപ്പ് കറക്റ്റാണോ, എരിവ് കറക്റ്റാണോ എന്നുള്ളതൊക്കെ. അപ്പോൾ എരിവ് കുറവാണെങ്കിൽ നമ്മൾ 1-2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ബാക്കി പുളിയും ഉപ്പൊക്കെ കുറവാണെങ്കിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇനി പുളി വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. പുളിയും ഉപ്പും എരിവും എല്ലാം പാകമാണ്. ഞാനിനി പുളിയൊന്നും ചേർക്കുന്നില്ല. ആദ്യം ചേർത്താൽ പുളിയേ ഉള്ളൂ. ഇനി നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യമൊക്കെ നമ്മൾ കായം ചേർത്തിട്ടുണ്ട് കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ. എങ്കിലും സാമ്പാർ കഴിക്കുമ്പോൾ സാമ്പാറിൽ നിന്ന് നമ്മുടെ കയ്യിലേക്കൊരു മണം പിടിക്കണം, നമ്മുടെ കായത്തിൻ്റെ മണം പിടിക്കണം. സാമ്പാർ കഴിച്ചു എന്നറിയണമെങ്കിൽ ആ ഒരു കായത്തിൻ്റെ സ്മെല്ല് നന്നായിട്ട് കയ്യിലുണ്ടാവണം. അതിനായിട്ടൊരു 1/4 ടീസ്പൂൺ കായവും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാമ്പാർ പൊടിയിൽ കായമില്ലേ എന്നുള്ളത്. സാമ്പാർ പൊടിയിൽ കായമുണ്ട്, എങ്കിലും നമ്മൾ കുറച്ചുകൂടി കായം ചേർത്ത് കൊടുക്കും ലാസ്റ്റ് ആവുമ്പോൾ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമ്മളിനി ചേർക്കാൻ പോകുന്നത് ധാരാളമായിട്ട് മല്ലിയില ചേർക്കാതെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല കേട്ടോ. മല്ലിയില ചേർത്തിട്ട് തന്നെ സാമ്പാർ ഉണ്ടാക്കുക. മല്ലിയില ഇല്ലെങ്കിൽ സാമ്പാർ ഉണ്ടാക്കരുത്. രസം ഉണ്ടാക്കുകയാണെങ്കിലും സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിലും മല്ലിയില ചേർത്താലേ പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. നമ്മുടെ സാമ്പാർ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നോൺ വെജിറ്റേറിയൻസിനും വെജിറ്റേറിയൻസിനും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ 2 കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് സാമ്പാറിൽ. ഇപ്പോൾ കണ്ടോ, വെണ്ടയ്ക്കൊക്കെ ഉടഞ്ഞു പോയിട്ടില്ല, ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും, അതുപോലെ ഇതുപോലെ നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കാറുണ്ടോ, അല്ലെങ്കിൽ സാമ്പാർ വറുത്തരച്ച് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് സാമ്പാർ ഏതിൻ്റെ കൂടെയാണ് ഇഷ്ടം എന്നുള്ളതും, ഇഡ്ഡലിയുടെ ആണോ, ചോറിൻ്റെ ആണോ, ദോശയുടെ ആണോ, എന്തിൻ്റെ കൂടെയാണോ സാമ്പാർ കഴിക്കാൻ ഇഷ്ടം എന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോരുത്. ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മൺചട്ടിയാണല്ലോ, വല്ലാതെ കുറുകിപ്പോവും. ആ തിള കുറയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മൺചട്ടിയിൽ നമ്മൾ സാമ്പാർ വെച്ചിട്ടുണ്ടെങ്കിൽ തിളച്ച് കുറുകി പോകും കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി ഒന്ന് ചൂട് കുറച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ വേറെ പാത്രത്തിലേക്ക് പകർത്തി മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.